ആദ്യാക്ഷരം കുറിക്കാൻ ചികിത്സിച്ച ഡോക്ടറുടെ അടുത്തേക്ക് എത്തിയത് 2.5 വയസ്സുകാരനും മാതാപിതാക്കളുമാണ്. കഴിഞ്ഞ വർഷം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ തന്നെ മകന് ആദ്യാക്ഷരം കുറിച്ച് നൽകണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹമാണ് സഫലമായത്. തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിലെ ഡോക്ടർ ഷബീർ അലിയുടെ ക്യാബിനിലാണ് മനോഹരമായ കാഴ്ച പിറന്നത്. വിജയദശമി ദിനത്തിൽ തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിലെ ഡോക്ടർ ഷബീർ അലിയുടെ മുറിയിലേക്ക് ഒരു കുഞ്ഞതിഥി എത്തി. കുഞ്ഞൻ കസവുമുണ്ടെടുത്തെത്തിയ അതിഥിയെ എവിടെയോ കണ്ട പരിചയം തോന്നി. ഓർമ്മയുടെ ഫയലുകൾ പിന്നിലേക്ക് മറിച്ചപ്പോൾ അത് 2024 നിന്നു. 9ാം മാസത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ സ്വന്തം ഡോക്ടറെ തിരക്കിയാണ് 2.5 വയസ്സുകാരൻ കാശിനാഥ് എത്തിയത്. അവർക്ക് വളരെ കുറേ നാൾ ആഗ്രഹിച്ച് കിട്ടിയൊരു കുഞ്ഞായിരുന്നു. അപ്പം പിന്നെ ആ ഒരു ലിവർ ഡിസീസ് സിവിയറായി. സാധാരണ നമ്മൾ ട്രാൻസ്പ്ലാന്റിനേക്കാളും കുറച്ചും കൂടെ സിക്കർ, വെയിറ്റൊക്കെ വളരെ കുറവായിരുന്നു. 3 kg അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ അവർക്ക് സംശയമുള്ള. അപ്പോൾ അവരുടെ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു, കൃതജ്ഞതയാണെന്ന് തോന്നുന്നു. അവർ നമ്മളെ തന്നെ ചൂസ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന്. അപ്പോൾ ആ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ജീവന തുണയായ ഡോക്ടർ ഷബീർ അലി തന്നെ മകന്റെ അറിവിന്റെ യാത്രയും തുടങ്ങി വെക്കണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹമാണ് ഇതിന് പിന്നിൽ. അവന് സർജറി ചെയ്ത ഡോക്ടർ തന്നെ ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം. രാവിലെ കിംസിൽ പോയി ഡോക്ടർ ഷബീർ അലിയെ കൊണ്ട് തന്നെ അവന് ആദ്യാക്ഷരം കുറിപ്പിച്ചു. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഏറെക്കാലം കരുതലായ കരങ്ങൾ അക്ഷരങ്ങൾ എഴുതാൻ കൈ ചേർത്തപ്പോൾ കാശിനാഥിന് ആശങ്കയൊട്ടുമില്ല. പിണക്കം കാട്ടിയില്ല, എഴുതാൻ വിമുഖത കാട്ടി കരഞ്ഞില്ല. കൗതുകത്തോടെ അവൻ അക്ഷരങ്ങൾ എഴുതി. തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിലെ ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ ഷബീർ അലി അക്ഷരങ്ങൾ പകർന്നപ്പോൾ ആശുപത്രിയിലെ സഹപ്രവർത്തകർ അതിന് സാക്ഷിയായി. മടങ്ങും മുൻപ് ഡോക്ടറെ കാണാൻ ഇനിയും എത്താമെന്ന് ഉറപ്പു നൽകിയാണ് കാശിനാഥും കുടുംബവും മടങ്ങിയത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.